എല്ലാവരും പറഞ്ഞ കുറേ ആൾ കമൻറ്റ് ചെയ്ത് അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരുമിച്ച് ഗോതമ്പ് കൊടുത്തൂടെ, അതേപോലെ പിന്നെ തവിട് കൊടുക്കണം, പിന്നെ കക്ക ഇതാക്കിയിട്ട് കൊടുക്കണം, കുമ്മായം കലക്കി കൊടുക്കണം എന്നല്ല. ഇതെല്ലാം ശരിക്കും പറഞ്ഞാന്നോ എനിക്കറിയില്ല, ആ കാര്യമായിട്ട് പറഞ്ഞാന്നോ അല്ലെങ്കിൽ എന്നെ തമാശയാക്കാൻ പറഞ്ഞാന്നോ എനിക്കറിയില്ല. ഞാൻ എന്തായാലും നിങ്ങൾ പറഞ്ഞ കമൻറ്റിനെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത് എന്നാണ്. എന്തായാലും ഒരുപാട് താങ്ക്സ്, എല്ലാവരും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് നന്ദി. പിന്നെ കുറേ ആളെ എന്നും വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷേ ഇനി എന്തായാലും എനിക്ക് പറ്റും. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ എൻ്റെ കോഴീനെ പറ്റി പറയുന്നുണ്ട്. അതായത് കോഴി ഇട്ട മുട്ട ഇങ്ങനെ തോടില്ലാണ്ട് പൊട്ടിപ്പോയി. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇട്ട മുട്ട, രണ്ടാമതിട്ട മുട്ട കുഞ്ഞു മുട്ടയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു. അത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തി. ഒരുപാട് ആൾ എനിക്കതിനെ ഫേസ്ബുക്കിൽ കൂടിയും അതുപോലെ തന്നെ യൂട്യൂബിൽ കൂടിയും പിന്നെ അതിന് മറുപടി തന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ അപ്പോൾ അതിന് ശേഷം ഇട്ട മുട്ടകളുണ്ടല്ലോ, ഞാൻ അന്ന് വീഡിയോ ഇട്ടതിന് ശേഷമുള്ള മുട്ടകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ അന്ന് ഫസ്റ്റ് ഡേ ഇട്ട മുട്ട ഇതായിരുന്നു കേട്ടോ. കുഞ്ഞു മുട്ടയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, കുഞ്ഞു മുട്ടയാണ്. അപ്പോൾ ഈ ഒരു മുട്ടയാണ് അന്ന് ആദ്യത്തെ ദിവസം ഇട്ടത്. മറ്റേത് പഞ്ഞി പോലത്തെ മുട്ടയായതുകൊണ്ട് തന്നെ അത് പോയി. ഇത് പിന്നെ രണ്ടാമതിട്ട മുട്ടയാണ് ഇത്. അപ്പോൾ ഇത് ഇത്ര ചെറിയ മുട്ടയാണ്. അതിന് ശേഷം ഇട്ടത് അതിനേക്കാളും കുറച്ചുകൂടെ വലുതായിരുന്നു കണ്ടോ, കുറച്ചും കൂടെ വലിയ മുട്ടയാണ് ഇട്ടത്. ആദ്യത്തെ മുട്ട തീരെ ചെറുതായിരുന്നു, രണ്ടാമതിട്ടത് കുറച്ചുകൂടെ വലുതായി. ഇതാണ്ട രണ്ട് മുട്ടേൻ്റെ വ്യത്യാസം കണ്ടോ നിങ്ങൾ, ഇതാ രണ്ട് മുട്ട ഇങ്ങനെയുള്ളത്. അപ്പോൾ ഈ കുറച്ചുകൂടെ വലുതായിട്ടിട്ടു. അപ്പോൾ ഇതിന് രണ്ടിനും തോടിന് നല്ല ഉറപ്പുണ്ട്. അന്നത്തെ പോലെ പിന്നെ പഞ്ഞിമുട്ടയോ അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന ടൈപ്പോ ഒന്നുമല്ല, ഉറപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടിട്ടത് അതിലും കുറച്ചുകൂടെ ചെറുതാണ്, ഇതാ അതിലും കുറച്ച് ചെറിയ മുട്ടയാണ്. പക്ഷേ ഇതിനും തോടിന് ഉറപ്പുണ്ട്. തോട് പിന്നെ തോല് മുട്ടയോ അങ്ങനത്തെ ഒന്നുമല്ല. പിന്നെ ഇട്ടതും ഇതാ ഇതേപോലെ ഇത്ര വലിപ്പമേ ഉള്ളൂ. എന്തായാലും ഒരു സാധാരണ മുട്ടേൻ്റെ വലിപ്പത്തിൽ എത്തിയിട്ടില്ല. അതിനുശേഷം പിന്നെ ഇതാ ഇത്ര ഈ ഒരു വലിപ്പത്തിലായി. ഇതാ പിന്നെ ഇന്നിട്ടതാണ് ഈ മുട്ട. അപ്പോൾ എല്ലാം ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഇതാ കണ്ടോ, എല്ലാം ഏകദേശം ഇത്രയുള്ള കുഞ്ഞു കുഞ്ഞു മുട്ടയാണ്. മുട്ടക്ക് വലിപ്പമില്ല എന്നല്ലാണ്ട് ഇപ്പോൾ തോടിന് കട്ടി കുറവോ അല്ലെങ്കിൽ പിന്നെ കാൽസ്യക്കുറവിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും കോഴിക്കില്ല. സാധാരണയായിട്ട് തന്നെയാണ് മുട്ടയിട്ടിട്ടുള്ളത്. എന്തായാലും വലിപ്പമില്ല, അതൊരു കാര്യം കറക്റ്റാണ്. ഇതാ കാണുന്നില്ലേ, ഒരു കോഴിമുട്ട എന്തായാലും ഇത്രയല്ലല്ലോ ഉണ്ടാവുക, അപ്പോൾ വലുതാവുമല്ലോ. അപ്പോൾ ആ ഒരു ചെറുതാന്നുള്ളൊരു വ്യത്യാസമുണ്ട്. കോഴി പേടിച്ചു പോയി ഞാൻ അതിൻ്റെ മേലെ വെക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ഈ കാര്യത്തിലേക്ക് വരാം. കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന് മുട്ട പൊടിച്ചിട്ട് കൊടുക്കണം, കാൽസ്യക്കുറവാണ്, അതുപോലെ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ടാണ്, പിന്നെ തീറ്റയിൽ പുല്ലും കാര്യങ്ങളെല്ലാം കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ കോഴീനെ വളർത്തുന്നത് ആദ്യമായിട്ടല്ല, പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ക്ലാസ്സിന് പോയി പഠിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയണ്ടേ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടോ ഒന്നും കോഴീനെ വളർത്തുന്നതല്ല. പിന്നെ ഇതൊരു ഫാമായിട്ട് നടത്തുന്നതൊന്നുമല്ല. ഈ ഒരു ചെറിയ കോഴിയിൽ ഒരു 12 കോഴിയാണുള്ളത്. അതിൽ തന്നെ 2 പൂവനാണ്. പൂവനെ രണ്ടിനെ സെപ്പറേറ്റ് വേറെ തന്നെ കള്ളിയിലിട്ടിട്ടാണ് ഉള്ളത്. കാരണം ഇതിൻ്റെ കൂടെ ഇടുന്ന സമയത്ത് പടക്കോഴികളെ വല്ലാണ്ട് കൊത്തിയിട്ട് പണിയാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ കോഴികൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ട്രെയിനിങ് കഴിഞ്ഞിട്ടൊന്നും അല്ല കോഴീനെ വളർത്തുന്നത്. എൻ്റെ മോനിപ്പോൾ ഒരു 6 മാസം പ്രായമുള്ള സമയത്ത് ബി കോംപ്ലക്സിൻ്റെ കുറവ് കൊണ്ട് മുട്ടേൻ്റെ മഞ്ഞക്കരു കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങനെയാണ് എൻ്റെ മാമൻ എനിക്ക് 2 കോഴീനെ തന്നിട്ട് ഞാൻ വളർത്തി തുടങ്ങിയത്. അത് ഒരു 45 കോഴീനെ വരെ ഞാൻ വീട്ടിൽ വളർത്തിയിട്ടുണ്ട്. 2 കൂടുണ്ടായിരുന്നു. ഒന്ന് മരത്തിൻ്റെ അടിച്ച കൂടാണ്, അത് പോയി അപ്പോൾ ഞാൻ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നെ കുറേ കോഴീനെ പട്ടി പിടിച്ചിട്ട് പിന്നെ എല്ലാം ചത്തുപോയി. അതുകൊണ്ട് പിന്നെ അതിനോടൊരു മടുപ്പ് വന്ന്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിൽ നഷ്ടം വരുമ്പോൾ നമുക്ക് പിന്നെ അത് തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ വിട്ട് കളഞ്ഞ്.
പിന്നെ അതിനുശേഷം വാങ്ങിയതാണ് ഇത് ഈ ഒരു കൂടും. ഇതിലൊരു 25 കോഴീനെ ഇടുന്ന കൂടാണ് ഇത് ഈ കാണുന്നത്. എന്താ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് 25 കോഴീനെ ഇടാൻ പറ്റുന്ന കൂടാണ്. പഞ്ചായത്തിൻ്റെ എന്താ പറയണ്ടേ, മുട്ടയും കോഴിയും പദ്ധതി അല്ല അങ്ങനെ മുട്ടക്കോഴീൻ്റെ പദ്ധതി എന്തോ ആവട്ടെ, അതിൽ വാങ്ങിയ കോഴിയും കൂടും പദ്ധതി ഇപ്പം പേരിട്ടേ. അപ്പോൾ അതിൽ വാങ്ങിയതാണ് ഈ കൂട്. അപ്പോൾ ആ കൂടിൻ്റെ അകത്ത് പിന്നെ 25 കോഴിയും കൂടും ആയിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ആ കോഴിയെല്ലാം മുട്ടയിട്ട് കഴിഞ്ഞ പിന്നെ അതിനെല്ലാം കൊടുത്തു. പിന്നെ രണ്ടാമത് പിന്നെ ഞാൻ കോഴീനെ ഇട്ടിട്ടില്ല. കുറേ നാൾ ഒരു 3-4 വർഷം കോഴീനെ വളർത്താണ്ടിരുന്നിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കൊണ്ടുപോയി ഇട്ടത്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് 15 കോഴിനെ കൊണ്ടുപോയിട്ടതിൽ 3 എണ്ണം ചത്തുപോയതല്ല, ശരിക്കും പട്ടി പിടിച്ചതാണ് 3 എണ്ണത്തിന്. ഈ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് പട്ടി പിടിക്കുകയെന്ന് നിങ്ങൾ നോക്ക്. ഞാൻ അത്രയും ഇതായിട്ട് ഇതിൻ്റെ സൈഡിലെല്ലാം കമ്പിയെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട്. അഴി കുറച്ച് വലുതായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ കോഴി ഇങ്ങനെ തല പുറത്തിടും. അപ്പോൾ പട്ടി പിടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അതിൻ്റെ ഇടയിലെല്ലാം നെറ്റ് കെട്ടിയിട്ട് മറിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കോഴി അതിൻ്റെ ഉള്ളിലേക്ക് കൂടി തലയിടും, പട്ടി പിടിക്കുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ പണ്ടുള്ള ആളൊന്നും കോഴീനെ വളർത്തുന്നത് പിന്നെ ട്രെയിനിങ് കിട്ടിയിട്ടോ ക്ലാസ്സിന് പോയിട്ടൊന്നും അല്ലല്ലോ. എൻ്റെ വീട്ടിൽ അമ്മമ്മയെല്ലാം ഒരുപാട് കോഴീനെ വളർത്തിന്. ഈ മണ്ണിൻ്റെ കിളയില്ലേ, കിളേൻ്റെ സൈഡിലിങ്ങനെ വലിയൊരു തുരന്നൊരു പിന്നെ മണ്ണിൻ്റെ ഗുഹ പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം കോഴീനെ വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഴീനെ കൂട്ടിലെങ്കിലും വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തതിന് കാൽസ്യം കുറവാണ് ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. എനിക്കതിനെപ്പറ്റി ശാസ്ത്രീയമായി അറിയാത്തതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ അതിനെപ്പറ്റി അത്ര ഗൗരവത്തിൽ എടുക്കാഞ്ഞത്. പക്ഷെ എന്നാലും നിങ്ങൾ പറഞ്ഞ വിലയേറിയ കമൻസിന് ഒരുപാട് നന്ദി. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഇത്രയും ആൾക്കാർ ഇതിന് പ്രതികരിക്കുന്നു, അല്ല ഇത്രയും ആളുകൾ ഈ വീഡിയോ കാണുന്നു ഒന്നും വിചാരിച്ചിട്ടല്ല ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇട്ടപ്പോൾ അത് നന്നായിട്ട് റീച്ചായി. ഞാൻ പ്രതീക്ഷിക്കാണ്ട് ഒരുപാട് റീച്ചായി. പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ഒന്നും പറയാൻ കിട്ടുന്നില്ല. പിന്നെ കുറേ ആൾ പറഞ്ഞിട്ടുണ്ട് നല്ല അവതരണം, ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഒരുപാട് ചിരിച്ചു എന്ന്. വളരെയധികം സന്തോഷം. എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് കുട്ടികളോട് പറഞ്ഞ അതേ ഒരു ഇതിൽ തന്നെ അങ്ങ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതങ്ങനെ അങ്ങ് ഓട്ടോമാറ്റിക്കായി വന്നതാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ സംസാരിച്ചല്ല. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഇപ്പം ഞാൻ മാത്രമേ ഇടയുള്ളൂ, ട്രൈപോഡിൽ ഫോൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കുട്ടികൾ ഇവിടെ ഇല്ല. അതിൻ്റെ ഒരിത് ഇതിനകത്ത് കാണും. അപ്പോൾ എൻ്റെ കോഴീനെ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേന്, ഇപ്പോൾ നാളെ ഒരു 5 എണ്ണത്തിനെയും കൂടി ഈ കൂട്ടിൽ കൊണ്ടുപോയിടും ഞാൻ. ഇപ്പോൾ 12 എണ്ണം ഉള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 10 പിടക്കോഴിയുള്ളത്. ഈ 10 എണ്ണത്തിൻ്റെ അകത്ത് നിന്ന് മുട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് മുമ്പേ കോഴീനെ വളർത്തിയതൊന്നും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. മുട്ട നല്ല വലിപ്പമുള്ള മുട്ടയാണ് ഇതുവരെ ഇതിന് മുമ്പെല്ലാം കിട്ടിയത്. അതേപോലെ ഈ തോലുമുട്ട, ആ തോലുമുട്ടയ്ക്ക് നമ്മൾ ഇവിടെ നാട്ടിൽ എന്താ പറയാന്നറിയോ, പഞ്ഞിമുട്ട എന്നാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞായിരുന്നു, അമ്മയെല്ലാം പറഞ്ഞത് പഞ്ഞിമുട്ട എന്നാണ് പറയാമെന്നാണ്. അപ്പോൾ ആ പഞ്ഞിമുട്ട പിന്നെ എനിക്ക് ഇതിന് മുമ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വലിയ ഇത്രയുള്ള മുട്ടയെല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതൊരു എന്താ പറയണ്ടേ, അതിശയോക്തിയാന്ന് വിചാരിക്കണ്ട, കാര്യമായിട്ട് പറഞ്ഞാണ്. ഇത്ര വലിയ മുട്ട എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം അല്ല, മുമ്പ് വളർത്തിയ സമയത്തെ. ഇപ്പം ഇത് ഇടാൻ തുടങ്ങിയില്ലല്ലോ, ഒറ്റൊരു കോഴി മാത്രമേ ഇപ്പോൾ ഇതിൽ മുട്ടയിടുന്നുള്ളൂ. അപ്പം പിന്നെ കുറേ ആൾ ചോദിച്ചിന് ഇതെല്ലാം ഒരേ പ്രായത്തിലുള്ള കോഴിയാണോ എന്നല്ല, എല്ലാം പല പ്രായത്തിലുള്ള കോഴികളാണ്. കാരണം ആദ്യത്തെ ഒരു തവണ 5 എണ്ണത്തിന് കൊണ്ടുപോയിട്ടു, പിന്നെ 5 എണ്ണത്തിന് കൊണ്ടുപോയിട്ടു, പിന്നെ 5 എണ്ണത്തിന് കൊണ്ടുപോയിട്ടു, അങ്ങനെയാണ് 15 എണ്ണമായി. ഇനിയിപ്പോൾ നാളെ കൊണ്ടുപോയിടും 5 എണ്ണത്തിന്. അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ 20 ഉണ്ടാവുകയും. പക്ഷെ 3 എണ്ണത്തിന് ആ നായി കടിച്ച് മുറിച്ച് കൊന്നതുകൊണ്ട് പിന്നെ 12 എണ്ണം ഇപ്പോൾ ഉണ്ട്, നാളെ കൊണ്ടുവന്നാൽ 17. ഓക്കെ, അപ്പോൾ അത്രയാണുള്ളത്. പിന്നെ കോഴിക്ക് ഞാൻ പുല്ലൊന്നും കൊടുക്കില്ല. പിന്നെ ഒരു കാര്യം കൂടി, കുറേ ആൾ പറഞ്ഞത് പിന്നെ കോഴി മണ്ണെല്ലാം തിന്നുന്നതല്ലേ, അതുകൊണ്ട് പുറത്ത് ഇളക്കി വിടണം എന്നാണ്. അപ്പോൾ പുറത്ത് ഇളക്കി വിടാൻ എനിക്കും ഇഷ്ടമാണ്, കോഴിനെ പുറത്ത് ഇളക്കി വിട്ടാൻ. പക്ഷേ രാവിലെ പുറത്ത് ഇളക്കിയിട്ടുണ്ട്, വൈകുന്നേരം കൂട്ട് കയറ്റാൻ ഒറ്റ കോഴി ഉണ്ടാവില്ല. നെറ്റിൻ്റെ ഉള്ളിലാക്കിയാലും ശരി, എന്തെങ്കിലും കൂട് കെട്ടിയിട്ടാക്കിയാലും ശരി, ഒരു സാധനം വൈകുന്നേരം കൂട്ട് കയറ്റാനുണ്ടാവില്ല. കാരണം അത്രയും പട്ടികളെ ശല്യം നമ്മളെ നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാം കൂട്ടിലിട്ടെടുക്കിയത് 3 എണ്ണത്തിനെ കൊന്നതിനാ ഞാൻ പുറത്ത് വിട്ടാലുള്ള അവസ്ഥ എന്നായിരിക്കും. എനിക്ക് ഒരു കോഴീനെയും തിരിച്ച് കൂട്ട് കയറ്റാൻ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് കൂട്ട് കയറ്റേണ്ട കാര്യം നിങ്ങൾ പുറത്തിളക്കേണ്ട കാര്യം നിങ്ങൾ പറയുകയേ ചെയ്യരുത്. നമുക്ക് പുറത്തിളക്കിയിട്ട് കോഴീനെ വളർത്താൻ പറ്റൂല.
പിന്നെ പുല്ല് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞ്. സത്യമാണെന്നൊക്കെ പറഞ്ഞത്. കാരണം ഞാനിവിടെ എൻ്റെ അടുത്തൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടീനെയും പുറത്തിറക്കുന്ന സമയത്ത് പട്ടിയും പുല്ലും തിന്ന കാണലുണ്ട്. അതിൻ്റെ വയറ്റിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലെല്ലാം മാറാനല്ലാന്ന് അത് അങ്ങനത്തെ പുല്ലെല്ലാം തിന്നുന്നെന്ന് പറയുന്നേക്കാം. അപ്പോൾ അതേപോലെ കോഴിയും നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ഈ പുല്ലും എന്തെങ്കിലും ഇലയും ഇതെല്ലാം കൊത്തി തിന്നിട്ടാണ് പിന്നെ അതിൻ്റെ അസുഖത്തിനുള്ള മരുന്ന് അത് സ്വന്തം കണ്ടുപിടിക്കുമല്ലോ, അങ്ങനെ ചെയ്യാം. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കതിന് കഴിയില്ല സഹോദര. അതുകൊണ്ട് പുറത്തിറക്കാൻ പറ്റൂല, ഇതിൻ്റെ അകത്ത് ഇടാനേ പറ്റൂ. പിന്നെ മണ്ണ് കൊത്തി തിന്നൂലേന്ന്. ഞാൻ കൊടുക്കുന്ന ലെയർ തീറ്റേനകത്ത് നിങ്ങൾ കോഴീനെ വളർത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇത് തീറ്റ വാങ്ങിയിട്ട് ലെയർ കൊടുത്തിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ലെയറിനകത്ത് ഒരു കാൽ ഭാഗത്തോളം കല്ലാന്നുള്ളത്. മറ്റേ നമ്മൾ പറയും ബങ്ങക്കല്ല്, ഈ വെള്ള നിറത്തിലുള്ള കല്ലില്ലേ, അതിന് നമ്മളിവിടെ പറയാം ബങ്ങക്കല്ല് എന്നാണ്. അപ്പോൾ അതാണ് നിറച്ചുള്ള ഈ തീറ്റയിൽ കുറേ ഉള്ളത്. അപ്പോൾ ഈ ഇവിടുത്തെ കോഴി എന്താണെന്ന് വെച്ചാൽ അത് തിന്നുന്ന സമയത്ത് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് തിന്നുമ്പോൾ കല്ല് മാത്രം തിരിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് ഞാൻ ഈ തീറ്റ ഇട്ട് കൊടുക്കുന്ന ആ പാത്തിനകത്ത് നോക്കുമ്പോൾ അതിനകത്ത് കല്ല് മാത്രം തിരിഞ്ഞിങ്ങനെ മുത്തു പോലെ ഉണ്ടാവും. അപ്പോൾ ആ കല്ല് തീറ്റയെ തന്നെ ഉണ്ട്. നമ്മൾ എക്സ്ട്രാ കല്ലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, മണ്ണ് കൊത്തി തിന്നാനാക്കേണ്ട ആവശ്യമില്ല. അത് വില കൊടുത്ത് വാങ്ങുന്നതിനകത്തും ആ കല്ലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്തെല്ലാം മനസ്സിലായിട്ടില്ല എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എന്തെല്ലോ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഓർമ്മയില്ലേരം പറയാട്ടാ. ബൈ. എന്തായാലും ഞാൻ എൻ്റെ കൂടും കോഴിയും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊന്ന് നോക്ക് കേട്ടോ. ഈ കൂട്ടിന് ഇതുണ്ടാ, ഇതിൻ്റെ അഴി എന്ന് പറയുന്നത് കുറേ വലുതാണ്. അപ്പോൾ ഇത് ഇത്രയും ഗ്യാപ്പ് ഉണ്ട് ഈ അഴിക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ പട്ടി പിടിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാനിത് ഇതേപോലെ നെറ്റ് മുറിച്ചിട്ട് ഇവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നെറ്റ് മുറിച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കൂടി ഒന്നും കയറിയിട്ട് ഒന്നിനും പിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ അടിവശത്തെ കൂടെയാണ് ഇതിൻ്റെ കാല് കടിച്ച് വലിച്ചിട്ട് ഇതിനെ കൊന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ തീറ്റ കാണുന്നുണ്ടല്ലോ, ഈ തീറ്റേനകത്തുള്ള ഈ വെള്ള കളറിലുള്ളതെല്ലാം കല്ലാണ് കേട്ടോ. ആ കല്ലെല്ലാം അത് കോഴി കൃത്യമായിട്ട് തിന്നുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, കാണുന്നില്ലേ, ഉണ്ടോ? അപ്പോൾ ഇത്രയാണ് എൻ്റെ കോഴി കൃഷീനെ പറ്റി എനിക്ക് പറയാനുള്ളത്. കുറേ ആൾ ചിരിച്ചുകൊണ്ട് ഞാൻ ആ കഴിഞ്ഞ വീഡിയോ ചെയ്തതിന് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ്. തുടർന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളെ പൂവൻ ഇവിടെ തന്നെ ഉണ്ട്. പൂവൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ എന്നെ കണ്ണ് പിടിക്കുന്നില്ലേ, ഇത്രയും വലിയ ഞാനിവിടെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്താ കണ്ണ് കാണുന്നില്ലേ എന്നാന്ന് ചോദിക്കുന്നത് കേട്ടോ. അതായത് രണ്ടാളുണ്ട് പൂവന്മാർ, രണ്ടെണ്ണത്തിനെയും ഞാൻ കാണിച്ചു തരാം. രണ്ടിനെ നോക്കേ. പൂവനെ കൊടുക്കൂലേ ചോദിക്കണ്ട കേട്ടോ. പൂവനെ തരുമോ എന്ന് ചോദിക്കണ്ട, കൊടുക്കൂല. പിന്നെ ഒരാൾ മാത്രമേ വലിയതായിനുള്ളൂ, കൂവാൻ തുടങ്ങിയിട്ടുള്ളൂ. ഒരാൾ ഇതിന് അത്ര വലിയ ഇതൊന്നും വന്നിട്ടില്ല, ഇത് കൂവാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇത് ചെറിയ കുട്ടിയാന്ന് തോന്നുന്നു.